നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 7-ാമത്തെയും 8-ാമത്തെയും ശ്ലോകങ്ങളിലൂടെ കണ്ടു, മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗം അനുഷ്ഠിക്കുന്നവൻ വിശിഷ്ടനാകുന്നു. ഈ രഥകൽപ്പനയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. മനസ്സുകൊണ്ട് കടിഞ്ഞാണാകുന്ന മനസ്സിനെ കൊണ്ട് കുതിരകളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിയതമായ കർമ്മങ്ങളിൽ വ്യാപരിച്ച് ആ വിവേകമുള്ളവൻ വിശിഷ്ടനാകുന്നു. ആ ശരീരയാത്ര അവനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു എന്ന് കണ്ടു. അതുപോലെ നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോഹ്യ അകർമ്മണ. കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളത് സാധ്യമല്ല. അപ്പം അതുകൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം, നിയതം കർമ്മം, നമുക്ക് വിധിക്കപ്പെട്ട കർമ്മം അത് കർമ്മയോഗപരമായി ചെയ്യൂ. ഈ ശരീരത്തിൻ്റെ നിലനിൽപ്പ് കൂടി കർമ്മം ചെയ്യാതെ സാധ്യമല്ല എന്നുകൂടി കണ്ടു. അത് കഴിഞ്ഞ് അടുത്ത ശ്ലോകം, യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചരാം. കൗന്ദേയ, യജ്ഞാർത്ഥാത് കർമ്മണ അന്യത്ര അയം കർമ്മ കർമ്മബന്ധന. ഈശ്വരാർപ്പണമായിട്ട്, യജ്ഞോ വൈ വിഷ്ണുഹൂന്ന. അപ്പോൾ യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്ന കർമ്മത്തിൽ നിന്നും വേറിട്ടുള്ള കർമ്മങ്ങൾ, കാമ്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് അത് എന്തോടു കൂടിയതാണ്? ബന്ധനത്തോടു കൂടിയതാണ്. അതഹ മുക്തസംഗ തദർത്ഥം കർമ്മ സമാചര. ഫലാപേക്ഷ വിട്ട് മുക്തസംഗമായിട്ട് ഈ ഫലത്തിലോടുള്ള സംഘത്തെ മുക്തമാക്കി അതെല്ലാം നമ്മുടെ ഇച്ഛ കൊണ്ടല്ലെന്ന് അറിഞ്ഞ് അത് ഈശ്വരങ്കൽ സമർപ്പിച്ച് ഈശ്വരാർപ്പണമായി അതിനായിക്കൊണ്ട് കർമ്മത്തെ ശരിക്കും സമാചര നല്ലവണ്ണം ചെയ്താലും എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് സഹയജ്ഞാഹ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷബോത്തിഷ്ട കാമതുക്. നീ യജ്ഞത്തെക്കുറിച്ച് പറയുകയാണ്. സഹയജ്ഞാഹ പ്രജാപതി പുരാ സഹയജ്ഞാഹ പ്രജാഹ സൃഷ്ട്വാ ഉവാച. പ്രജാപതി സൃഷ്ടികർത്താവ്, സൃഷ്ടി നടന്നു. അപ്പോൾ സൃഷ്ടികർത്താവുണ്ട്. ആ സൃഷ്ടികർത്താവ് പുരാ പണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ സഹയജ്ഞാഹ പ്രജാഹ സൃഷ്ട്വാ യജ്ഞങ്ങളോടുകൂടി പ്രജകളെ സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ പ്രജകളുടെ അഭിവൃദ്ധിക്കായിട്ട് അവർക്ക് വേണ്ട യജ്ഞങ്ങളെ കൂടി, അതായത് വേദങ്ങളിൽ കൂടി, വേദമന്ത്രങ്ങളെ കൂടി സൃഷ്ടിച്ചു. അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കായിട്ട് ഐശ്വര്യത്തിനായി സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉവാച അനേന പ്രസവിഷ്യധ്വം. ഈ യജ്ഞങ്ങൾ കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുക. ഈ കർമ്മങ്ങൾ ചെയ്യുന്ന വഴി, യജ്ഞകർമ്മങ്ങൾ ചെയ്യുന്ന വഴി നിങ്ങൾ അഭിവൃദ്ധിപ്പെട്ടോളൂ. യേശഹ വഹ ഇഷ്ടകാമദുക് അസ്തു. ഈ യജ്ഞം ഇത് നിങ്ങളുടെ ഇഷ്ടവിഷയങ്ങളെ തരുന്ന കാമധേനുവായി ഭവിക്കട്ടെ. അപ്പോൾ കാമധേനു പറഞ്ഞാൽ അതിന് നമുക്ക് ഇഷ്ടമുള്ള ഇത് കിട്ടുന്നു, അതിനെ വേണ്ട വിധം ശുശ്രൂഷിച്ചാൽ എന്ന പോലെ യജ്ഞത്തെ നമ്മൾ വേണ്ട വിധം അനുഷ്ഠിച്ചാൽ പ്രജകൾക്ക് അതിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് കരുതി പ്രജാപതി സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജകളെ സൃഷ്ടിക്കുന്നതോടൊപ്പം യജ്ഞത്തെ കൂടി സൃഷ്ടിച്ചു. യജ്ഞങ്ങളോടുകൂടിയുള്ള പ്രജകളെ സൃഷ്ടിച്ചു എന്ന്, അതായത് വേദങ്ങളും മന്ത്രങ്ങളെല്ലാം അവിടെ ഉപദേശിച്ചു, അല്ലെങ്കിൽ അവിടെ നൽകിക്കൊണ്ട് പ്രജകളെ അതും ഈശ്വരങ്കൽ നിന്നും ലഭിച്ചു. പ്രജാപതിക്ക് ലഭിച്ച ആ വേദമന്ത്രങ്ങളെ കൂടി അത് സൃഷ്ടിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത. അനേന, ഈ യജ്ഞം കൊണ്ട് ദേവാൻ ഭാവയത, ഇന്ദ്രാദി ദേവതകളെ ഭാവയത വർദ്ധിപ്പിച്ചാലും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് കൊടുത്താലും, തേ ദേവാഹ വഹ ഭാവയന്തു, ആ ദേവന്മാർ നിങ്ങളെയും വർദ്ധിപ്പിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടതും ഇപ്പം ധനം, പുത്രൻ തുടങ്ങി എല്ലാ ഫലങ്ങളും, അതിൽ നമ്മൾ ഇച്ഛിക്കുന്ന ആ കാമങ്ങൾ, നമ്മൾ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ, അതായത് യജ്ഞത്തോട് ചെയ്തു കഴിഞ്ഞാൽ ലഭ്യമാണോ അതെല്ലാം നിങ്ങൾക്ക് ദേവന്മാരും പ്രീതിപ്പെട്ട് നൽകട്ടെ. പരസ്പരം ഭാവയന്തഃ, അന്യോന്യങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർദ്ധിപ്പിച്ചു ഇരുന്നതിലൂടെ
പരം ശ്രേയ അവാപ്സ്യത, ഉത്കൃഷ്ടമായ പരമമായ ശ്രേയസ്സിനെ പ്രാപിച്ചാലും സ്വർഗം അടക്കം ആ ഫലേച്ഛയിൽ വരുന്നത് സ്വർഗകാമിഷ്ടി യാഗമൊക്കെ ഉണ്ടല്ലോ വേദങ്ങളിൽ പറഞ്ഞ്. അപ്പൊ വേദകാലഘട്ടത്തില് ആ വേദമന്ത്രങ്ങളിലൂടെ അതിലൂടെ ചെയ്യുന്നതിലൂടെ ദേവന്മാർക്കെല്ലാം ഈ നമ്മൾ കൊടുക്കുന്നത് എത്തുന്നു. ദേവന്മാർക്ക് നമ്മൾ കൊടുക്കണം. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ബാക്കി അവർ സ്വീകരിച്ച് അതിന്റെ ബാക്കി നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. അപ്പൊ ദേവന്മാരെ പറഞ്ഞാൽ വായുവിനൊരു അധിഷ്ഠാന ദൈവമുണ്ട്. അങ്ങനെ ഓരോന്നിനും വായു, ജലം, ആകാശം, അതുപോലെ സൂര്യൻ, ഇന്ദ്രൻ, അവരെല്ലാം ദേവേന്ദ്രനായ ഇന്ദ്രൻ, ഇങ്ങനെയുള്ള എല്ലാ ദേവന്മാർക്കും ഉള്ള യജ്ഞങ്ങളുടെ അവിടെ നിത്യ അഗ്നിഹോത്രങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് നിത്യ അഗ്നിഹോത്രങ്ങൾ ചെയ്യണം. അപ്പോൾ അതിലൂടെയൊക്കെ ദേവന്മാർ പ്രീതിപ്പെട്ടുകൊണ്ട് അവർ കൊടുക്കുന്ന തിരിച്ച് അതിന് യജ്ഞത്തിന് ഫലമായി യജ്ഞത്തിന് ഫലമായി അവർ ആ ഫലങ്ങളെ പ്രജകൾക്ക് തിരിച്ചു നൽകുകയും അതിലൂടെ പരസ്പരം വർദ്ധിപ്പിച്ചുകൊണ്ട് പരസ്പരം അഭിവൃദ്ധിയിലേക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രജാപതി കണ്ടു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് വൈദികമായ കർമ്മങ്ങളൊന്നുമില്ല, അപ്പോൾ യജ്ഞാധിക കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്ത് ഇപ്പൊ യജ്ഞം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്നതും യജ്ഞം തന്നെയാണ്. നമ്മൾ ശരീരത്തോട് ചെയ്യുന്നതും ഒരു യജ്ഞമാണ്. ഭക്ഷണം കഴിക്കുന്നത് പോലും ജഠരാഗ്നിയിലേക്ക് ആഹുതി ചെയ്യുന്നത്, നമ്മുടെ ഹബീസിനെ ഇടുന്നതും അതും ഒരു യജ്ഞമാണ്. എല്ലാം യജ്ഞഭാവനയിലൂടെ കാണണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ചെടി വെക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ചെടി മരമായി തീരുമ്പോൾ അതും നമുക്ക് ഫലമായിട്ട് വരുന്നു. അത് നേരിട്ടുള്ള ഫലമായിട്ടും അല്ലാതെ നമ്മൾ പ്രകൃതിയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് തിരിച്ച് നമുക്കതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പുണ്യം നമുക്ക് ലഭ്യമാണ്, അതൊന്നും കൂടെ കിട്ടും. അപ്പോൾ ഈ ലോകസേവനവും ഒരു യജ്ഞമാണ്. ലോകത്തോട് അത് ആരോട് ചെയ്താലും, ഒരു വ്യക്തികൾക്ക് അല്ല ആവശ്യക്കാർക്ക് ആതുര സേവനം, അല്ലെങ്കിൽ ഒരാളോട് നല്ല രീതിയിൽ പെരുമാറുക, ദോഷം ചെയ്യാതിരിക്കുക, ദോഷം പറയാതിരിക്കുക, എല്ലാവരും നല്ലതിൽ നിൽക്കുക, ധർമ്മത്തിനനുസരിച്ചിരിക്കുക, ഈ ലോക സേവനത്തിനായി ചെയ്യുക. ഇതെല്ലാം ഏത് തരത്തിലായാലും ആ ലോകസേവനമെല്ലാം യജ്ഞാർത്ഥമാണ്. അതിലൂടെ പരസ്പരം ദേവതകൾക്കും അതിൽ കിട്ടുന്നു. പ്രകൃതി ഒരു ദേവതയാണ്, പ്രകൃതിയിലെല്ലാം. അപ്പോൾ സമയത്ത് മഴ, സമയത്ത് വെയിൽ, വേണ്ട സമയത്ത് എല്ലാം വേണ്ടത്ര കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ദേവന്മാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടും ദേവന്മാർ പ്രജകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടും പരസ്പരം ഈ ലോകം വർദ്ധിക്കട്ടെ, അതിലൂടെ ശ്രേയസ് ഉണ്ടാകട്ടെ എന്ന് പ്രജാപതി ഇച്ഛിച്ചു. അങ്ങനെ അത് സൃഷ്ടി നടന്നു. അപ്പം ഇന്നത്തെ ലോകസേവനമാണ്. ഇന്ന് യജ്ഞങ്ങളും ഇതൊന്നുമില്ല. അപ്പം ഇന്ന് അതിനനുസരിച്ച് നമ്മൾ കണ്ടുകൊള്ളാം എന്താണ് ലോകസേവനം. മാനവസേവ, മാധവസേവ അല്ലേ, അല്ലെങ്കിൽ ലോകസേവനം തന്നെയാണ് ഇന്നത്തെ യജ്ഞം. അങ്ങനെയും കാണാം. അല്ലെങ്കിൽ ഇന്ന് പറയുന്ന നമ്മുടെ ക്ഷേത്രാദി കാര്യങ്ങളുണ്ട്, പൂജാദി കാര്യങ്ങളുണ്ട്, അതിലൂടെയൊക്കെ ഫലസിദ്ധികളുണ്ട്. അപ്പോഴും നമ്മൾ ചെയ്യുന്നത് ദേവതകളെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, ദേവതകൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ കണ്ടോളണം. ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യത്യാസമായി കാലം മാറിയതല്ലോ, അതിലൂടെ നമ്മൾ കണ്ടോളണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അന്ന് ബ്രാഹ്മണ ഇവരെല്ലാം വേദകർമ്മങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിത്യ അഗ്നിഹോത്രമായാലും മറ്റ് യാഗയജ്ഞാദികൾ പല ഫല ഇച്ഛയിലൂടെയും ചെയ്യുന്നത്. അതിലൂടെ അവർക്ക് കാമിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്താണോ അതിന് ഫലം അതിനനുസരിച്ച് ദേവതകൾ തിരിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. അപ്പം അന്ന് അവരത് നിത്യം അനുഷ്ഠിക്കണം, അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, ആ സമയത്ത് അനുഷ്ഠിക്കണം. ഇന്നതില്ലാത്തതുകൊണ്ട് ഇന്നത് ലോകസേവനമായിട്ട്, ലോകസേവനാർത്ഥം, അതായത് നമുക്ക് കിട്ടുന്നതിൽ നമ്മളൊരു ഷെയർ എപ്പോഴും അത് ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് കൂടി തിരിച്ചു നൽകണം. അവിടെ അങ്ങനെ പരസ്പരം ഭാവയന്ത, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവന് അഭിവൃദ്ധി ഉണ്ടാവില്ല എന്ന് ഇവിടെ പറയും. ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താനപ്രദായേഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സാ. യജ്ഞഭാവിതാഃ ദേവാഃ വഹ ഇഷ്ടാൻ ഭോഗാൻ ദാസ്യന്തേഹി. അപ്പോൾ ഇഷ്ടഭോഗ്യ വസ്തുക്കളെ നിങ്ങൾക്ക് ദേവന്മാരെ യജ്ഞത്തിലൂടെ പ്രീതിപ്പെടുത്തിയാൽ തിരിച്ചു കിട്ടും. അപ്പം നമ്മൾ കൊടുക്കും തോറും കിട്ടും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഈ എന്ത് കിട്ടിയാലും എനിക്ക് മാത്രം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ അവിടെ പുരോഗതിയില്ല, കെട്ടിക്കിടക്കുന്ന കുളം പോലെയാണ്. പക്ഷേ നമ്മൾ കൊടുക്കും തോറും നമുക്ക് അത് തിരിച്ച് പല രീതിയിലും നമുക്ക് ആ ഇതിൻ്റെ പുണ്യം ഫലം അത് തിരിച്ചു കിട്ടും. അതുകൊണ്ട് ലോക നന്മയ്ക്കായിട്ട് ജീവിക്കണം, ഈശ്വരബോധത്തോടുകൂടി ജീവിക്കണം. തൈഹി ദത്താൻ ഏഭ്യഃ അപ്രദായ യ ഭുങ്ക്തേ. അവരാൽ ദേവന്മാരാൽ നൽകിയ ഈ ഭോഗ്യങ്ങളെ അല്ലെങ്കിൽ ഈ ഫലങ്ങളെ
ഈ ദേവന്മാർക്ക് തന്നെ കൊടുക്കാതെ ഏതൊരുവൻ അനുഭവിക്കുന്നുവോ യഹ ഭുങ്ക്തേ സഹ സ്തേനവഹ സ്തേനഹ ഏവ, അവൻ കള്ളൻ തന്നെയാകുന്നു. എങ്ങനെ? അവൻ മറ്റുള്ളവർ നമുക്ക് കൊടുക്കേണ്ടതാണ്, തിരിച്ച് നൽകേണ്ടതാണ്, പക്ഷെ കൊടുക്കാതെ കൈവശം വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അവൻ കള്ളൻ തന്നെയാണ്. അവന് പുരോഗതി ഉണ്ടാകില്ല. അപ്പം നമുക്ക് ദേവന്മാരുടെ പ്രീതി ഉണ്ടാവില്ല. അപ്പോൾ കിട്ടുന്നത് നമുക്ക് അതിൻ്റെ ഒരു ഇത് തിരിച്ച് നൽകണം എന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഒരു ചക്രം, ചക്രം തന്നെയാണ്. നമുക്ക് ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ലോകസേവനം ചെയ്യുന്നു, അതിലൂടെ വീണ്ടും നമുക്ക് നമ്മുടെ അഭിവൃദ്ധി ഉണ്ടാകുന്നു, വീണ്ടും നമ്മളത് ലോകസേവനത്തിലേക്ക് നൽകും. അങ്ങനെ എല്ലാവർക്കും അതിലേക്ക് എത്തിച്ചേരാൻ, ഇപ്പൊ കൃഷിയായാലും കർഷകരെ, അതുപോലെ ഈ ലോകത്തോട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആര് ചെയ്യുന്നു അതെല്ലാം അവർക്ക് തിരിച്ച് ഗുണങ്ങളായിട്ട് തീരുന്നു. അവരെല്ലാവരും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്, അല്ലേ? ആരെയും ചൂഷണം ചെയ്യരുത്, എല്ലാം ലോക നന്മയ്ക്കായിട്ട് ജീവിതം മാറ്റണം. അങ്ങനെ ഒരു യജ്ഞഭാവത്തിലൂടെ ജീവിക്കണം, അവിടെ ഐശ്വര്യം ഉണ്ടാവുള്ളൂ എന്നതാണ് ഇതിനർത്ഥം. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ തുകം പാപ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞശിഷ്ടാശിനഃ സന്തഃ, യജ്ഞം ചെയ്ത് ശേഷിക്കുന്നത് അനുഭവിക്കുന്ന സജ്ജനങ്ങൾ, അല്ലേ? കൊടുത്തും വാങ്ങിയും അങ്ങനെ ഇരിക്കുന്ന ആ ചക്രത്തിനനുസരിച്ചിരിക്കുന്ന സജ്ജനങ്ങൾ സർവകിൽബിഷൈഹി മുച്യന്തേ, എല്ലാ പാപങ്ങളിൽ നിന്നും, അല്ലേ? ഒരാളുടെ സ്വത്ത് നമ്മൾ മറ്റൊരാളുടെ കൊടുക്കേണ്ടത് നമ്മൾ നമ്മുടെ കയ്യിൽ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാപമാണത്. അപ്പോൾ ആ പാപങ്ങളിൽ നിന്നെല്ലാം മോചിക്കപ്പെടുന്നു. അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന എല്ലാ പാപങ്ങളും നിന്നും മോചിക്കപ്പെടുന്നു. ഏ ആത്മകാരണാത് പചന്തി, ആരാണോ തങ്ങൾക്ക് മാത്രമായിട്ട് പാകം ചെയ്യുന്നത്, അവനവന് മാത്രം കിട്ടാനായിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, കാമ്യകർമ്മങ്ങൾ നമുക്ക് മാത്രം കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ മനസ്സില്ല എന്നുണ്ടെങ്കിൽ തേ പാപാഹ തു അഘം ഭുഞ്ജതേ, ആ പാപികളാട്ടെ അഘം പറഞ്ഞ പാപത്തെ, ദുഃഖത്തെ അനുഭവിക്കുന്നു. അവർക്ക് ദുഃഖമാണ് ഫലം. അപ്പോൾ ഈ ചക്രത്തിനനുസരിച്ച്, ഈ യജ്ഞത്തിനനുസരിച്ച് ഏവരും ജീവിക്കണം. അതിനനുസരിച്ചാണ് പ്രജാപതി അല്ലെങ്കിൽ ഈശ്വരൻ സൃഷ്ടി നടത്തിയത്, അതിനനുസരിച്ചാണ് ഉപദേശിച്ചത്. അതുവഴി ജീവിക്കാത്തവരെല്ലാം ദുഃഖത്തെ തന്നെയാണ് അനുഭവിക്കുന്നത്. മറ്റുള്ളവർ ശ്രേയസിനെ, അല്ലെങ്കിൽ അവർക്ക് എല്ലാ പാപങ്ങളും നശിക്കപ്പെട്ട് മോചിക്കപ്പെട്ട് ശ്രേയസിനെ പ്രാപിക്കുന്നു. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞഃ കർമ്മസമുദ്ഭവഃ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാത് അക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഇവിടെ അന്നത്തിൽ നിന്ന് പ്രാണികൾ ഉണ്ടാകുന്നു. അന്നാദ് ഭൂതാനി ഭവന്തി പർജന്യാദ് അന്ന സംഭവ. അപ്പൊ പർജന്യം, ഈ മേഘത്തിൽ നിന്നും അന്നം ഉണ്ടാവും, അല്ലെ? മേഘത്തിൽ നിന്ന് മഴ പെയ്ത് അങ്ങനെ ഉണ്ടായതാണ് അന്നങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത്. യജ്ഞാത് പർജന്യ ഭവന്തി, അപ്പൊ യജ്ഞത്തിൽ നിന്നാണ് മേഘം ഉണ്ടാകുന്നത്. അപ്പൊ ഇതെല്ലാം ഉണ്ടാകണം വെച്ചാൽ ഇതിന്റെ ചക്രത്തിനനുസരിച്ച് ഈ യജ്ഞഭാവനയുടെ ഉണ്ടാവുന്നവയെ ശരിയായിട്ട് മേഘങ്ങളെല്ലാം വന്ന കാലവർഷം ശരിയായി പെയ്യുകയുള്ളൂ, ഉണ്ടാവുകയുള്ളൂ. യജ്ഞ കർമ്മസമുദ്ഭവ, യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി, കർമ്മം എവിടെ നിന്നുണ്ടാണ്? ഈ വേദകർമ്മങ്ങളെ, വേദങ്ങൾ, മന്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെ ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന, അല്ലെങ്കിൽ പ്രജാപതി തുടങ്ങി വെച്ച ആ വേദങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. ഏത്? കർമ്മം. ബ്രഹ്മ അപ്പൊ ആ ബ്രഹ്മ വേദം എവിടുന്നുണ്ടായി? അക്ഷര സമുദ്ഭവം, അത് ഈശ്വരങ്കിൽ നിന്നുണ്ടായതാണ്. തസ്മാത് സർവഗതം ബ്രഹ്മ, അപ്പോൾ അതുകൊണ്ട് ഈശ്വരങ്കിൽ ഇരിക്കുന്ന ഈ വേദത്തെ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം, എന്നും യജ്ഞത്തിൽ ബോധിപ്പിച്ച് നിലകൊള്ളുന്നതാണ്. അപ്പൊ ഈ വേദങ്ങളെല്ലാം എവിടെ നിലനിൽക്കുന്നത്? ഈശ്വരങ്കൽ തന്നെയാണ്. ഈ യജ്ഞാദി കർമ്മങ്ങളെല്ലാം ഈശ്വരൻ സൃഷ്ടമാണ്, ഈശ്വരങ്കൽ നിലനിൽക്കുന്നു. ഇതിനെ അനുഷ്ഠിക്കേണ്ടതാണ്. ഇതെന്നെല്ലാം അനുഷ്ഠിക്കുമ്പോഴേ ശരിയായിട്ട് ഈ പ്രാണികളുടെ നിലനിൽപ്പുള്ളൂ. അന്നത്തിൽ നിന്നാണ് പ്രാണികൾ ഉണ്ടാകുന്നത്. ആ അന്നം പോലും ഈ യജ്ഞത്തിലൂടെ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള അന്നം കഴിച്ചാലേ എന്തുണ്ടാവുള്ളൂ? ഐശ്വര്യവും മുന്നോട്ടുള്ള ശ്രേയസ്സും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ലോകസേവനത്തിന് കാമ്യങ്ങളില്ല, അത് കർമ്മയോഗപരമായി ചെയ്യുമ്പോൾ കാമനകളില്ലാതെ, അവിടെ കർമ്മയോഗത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആ യജ്ഞത്തെ എങ്ങനെ ചെയ്യണം? കാമനകളില്ലാതെ, ഇച്ഛയില്ലാതെ ഈശ്വരങ്ങൾ സമർപ്പിച്ച് ചെയ്യണം. അല്ല, കാമ ഇച്ഛയോടെയാണ് ചെയ്യുന്നത് ഒരു കർമ്മമെങ്കിൽ അതിന് കാമത്തിന് അനുസൃതമായ ഫലത്തെ അവന് ലഭിക്കുന്നു.
അപ്പോൾ വീണ്ടും അവൻ അതിൽ നിന്നും ഈ ലോകസേവനത്തിനായിട്ട് അവൻ അതിൽ നിന്നും കൊടുത്തിരിക്കണം. അപ്പൊ ഈ കൊടുക്കൽ വാങ്ങലുണ്ടാകണം. മറ്റേവൻ ഫലത്തെ ഇച്ഛിക്കുന്നില്ല, കർമ്മയോഗി. അപ്പൊ അവന് സിദ്ധിക്കുന്നത് ചിത്തശുദ്ധി. ഫല ഇച്ഛയിലൂടെ പോകുമ്പോൾ അവൻ സ്വർഗത്തിലടക്കം വലിയ വലിയ ലോകങ്ങളിലേക്ക്, ഉന്നതമായ ഇതിലേക്ക് അവൻ ഉയരുന്നു. അല്ലെങ്കിൽ അവന് സുഖം, ആനന്ദം, അവന്റെ സൗകര്യങ്ങളെല്ലാം നടക്കുന്നു, ഐശ്വര്യം എല്ലാം ഉണ്ടാകുന്നു. മറ്റേവന് കർമ്മയോഗിക്ക് അത് ഇച്ഛിക്കുന്നില്ല, പക്ഷെ യജ്ഞങ്ങളുടെ ഫലമുണ്ട്, അത് ഫലം കിട്ടും. പക്ഷെ ഫലത്തെ ഇച്ഛിക്കുന്നില്ല. അവനറിയാം കർമ്മത്തിന്റെ കുശലത എന്താണെന്നറിയാം. അപ്പൊ സംഘത്തെ ത്യജിച്ചുകൊണ്ട്, ഫലസംഘത്തെ ത്യജിച്ചുകൊണ്ട് അവൻ കർമ്മയോഗം അനുഷ്ഠിക്കുന്നു. അവനറിയാം അത് ചിത്തശുദ്ധിയാണ് അതിന്റെ ഫലം. ആ ചിത്തശുദ്ധി സാധ്യമാണ്, അതിന് ഇച്ഛിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവന്റെ അഹന്തയെ അവൻ ഈശ്വരങ്കൽ സമർപ്പിച്ചുകൊണ്ട് യജ്ഞങ്ങളെ, എല്ലാ കർമ്മങ്ങളെയും യജ്ഞഭാവത്തിൽ ചെയ്യുന്നു. ആ യജ്ഞമാണത്. ആ യജ്ഞഭാവത്തിൽ തന്നെ ഈശ്വരങ്കൽ സമർപ്പിച്ചുകൊണ്ട് ആ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ചിത്തശുദ്ധി പ്രാപിക്കുന്നു. അതിലൂടെ മോക്ഷത്തെ, ആത്മജ്ഞാനത്തിലുള്ള നിഷ്ഠയുണ്ടാകുന്നു, മോക്ഷം ഉണ്ടാകുന്നു. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹയഃ അഘായുരിന്ദ്രിയാരാമോ മോകം പാർത്ഥ സ ജീവതി. ഏ പാർത്ഥ, യഹ ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി. ഇങ്ങനെ പ്രവർത്തിക്കപ്പെടേണ്ട ചക്രത്തെ ആര് അനുവർത്തിക്കുന്നില്ലയോ, നഹ അനുവർത്തയതി അഘായുഹു ഇന്ദ്രിയാരാമഃ. ആയുഷ്കാലം മുഴുവൻ പാപിയും, ഇന്ദ്രിയാരാമഃ ഇന്ദ്രിയാരാമനുമായ സഹ അവൻ മോകം ജീവതി നിഷ്ഫലമായി ജീവിക്കുന്നു. അവനവനും ഫലമില്ല, മറ്റുള്ളവർക്കും ഒരു ഫലമില്ലാതെ നിഷ്ഫലമായിട്ട്, അല്ലെങ്കിൽ അതിന്ന് അവന് ദോഷമല്ലാതെ മറ്റൊരു ഫലവും സിദ്ധിക്കില്ല. അവൻ്റെ നാശത്തിന്, അവൻ്റെ പാപത്തിന് ആക്കം കൂട്ടാനേ അത് സാധ്യമാകുള്ളൂ. അതുകൊണ്ട് ഈ യജ്ഞഭാവത്തെ അറിഞ്ഞ് ഇത് അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്. കർമ്മത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ്. അകർമ്മത്തിലെ ഒരിക്കലും സാധ്യമല്ല. ശരീരം നിലനിർത്താൻ പോലും കർമ്മം ചെയ്തേ തീരുള്ളൂ. അതുകൊണ്ട് അർജുന, നീ കർമ്മത്തിലേക്ക് നിൽക്കൂ, ഈ കർമ്മം യജ്ഞഭാവത്തിൽ അനുഷ്ഠിക്കൂ. അപ്പോൾ അത് ആ കർമ്മയോഗപരമായി ചെയ്യാൻ സംഘത്തെ ത്യജിച്ച് ഈശ്വരാർപ്പണമായി ലോകസേവനത്തിലേക്ക് നിൽക്കൂ, ധർമ്മത്തിൽ ചരിക്കൂ എന്നാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. അതിലൂടെ മോക്ഷത്തെ, പരമമായ പുരുഷാർത്ഥത്തെ പ്രാപിക്കൂ എന്ന് ഇവിടെ ഉപദേശിക്കുകയാണ്. അടുത്ത ശ്ലോകം അടുത്ത ചെറു വീഡിയോയിൽ നമുക്ക് നോക്കാം. നമസ്കാരം.